ഒരു ചക്കച്ചുളയുടെ വലുപ്പമാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. എന്താ കിട്ടിയാനായതുകൊണ്ട് വേറെ എല്ലാവരും പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ഈ മഴയത്ത് ഞങ്ങൾ രണ്ടും കൂടെ പോയി ചക്ക ഇട്ട പുള്ളി. ഹായ്, അപ്പൊ എന്നെ ഡാഡിനെ ചക്കയ്ക്കകത്തിട്ടിട്ട് മമ്മി ഇതിന്റെ വിലക്ക് നടക്കുവാണ് കേട്ടോ. മമ്മി മുങ്ങി. ഇന്ന് ചക്കപ്പരിപാടിക്ക് വന്നപ്പോ മമ്മി മുങ്ങി. ഡാഡി പോവാണോ? ഡാഡിയൊക്കെ വലിയ ചക്കയൊക്കെ ഇടിച്ചിട്ട് മമ്മി ഇതെല്ലാം വെട്ടിച്ച് പിന്നെ എല്ലാവരെയും കൊണ്ട് ഇത് ഒരുക്കിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത് കാണുന്നത്. മമ്മി നൈസായിട്ട് തന്ത്രപരമായിട്ട് മുങ്ങി കേട്ടോ. ഇനിയിപ്പോ മമ്മിയുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അരിഞ്ഞിട്ട് ഇത് പുഴുങ്ങും മമ്മി. നമ്മുടെ കള്ളി എന്നിട്ട് പറയേ, എന്നിട്ട് ഒരു പേരും കേട്ടോ, ഞാനാണ് ഈ വീട്ടിൽ മൊത്തം കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നേ, ബാക്കി എല്ലാരും തിന്നാൻ കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങും. മമ്മിയും ഡാഡിയും കൂടെ പറമ്പിൽ അങ്ങേറ്റത്ത് പോയി അങ്ങനെയല്ല, എനിക്ക് പാവം തോന്നി. അപ്പൻ ചക്ക എന്നാലും മമ്മിക്ക് ഒരു മനസാക്ഷി ഉണ്ടോ മമ്മി? ഇമ്മടി വലിയ ചക്കയൊക്കെ ഡാഡിയെ കൊണ്ട് തന്നെ ഇടിച്ച് വലിയ ചക്ക ചോന്നുകൊണ്ട് വരാൻ പറ്റുമോ? ചോപ്പിപ്പിച്ച് എന്നിട്ട് ഞാനും ഡാഡിയും കൂടെ എന്നൊരു പേരും. എനിക്ക് പാവം തോന്നി. ഞാൻ തിരിഞ്ഞ് നോക്കണ്ടോ വീണെങ്കിലുണ്ടല്ലോ. എന്നിട്ട് ഈ പാവം പിടിച്ച എന്നെ കൊണ്ടിട്ട് ഈ ചക്ക ഒരുക്കുകയാണ് ചക്ക പുഴുങ്ങാൻ വേണ്ടിട്ട് തേങ്ങ ഉണ്ടാക്കും. അതൊരു 2 ചക്കയൊക്കെ ഒന്നിച്ച് വെട്ടി മകൾക്ക് ഈ രാത്രിയപ്പോ ചക്ക പുഴുങ്ങി തിന്നണം പോലും. എന്നാ പുഴുങ്ങി കൊടുത്തേക്ക. വേറെ ഒന്നുമില്ലേ, വേറെ ഒന്നും തിന്നാനില്ലേ ഇപ്പൊ എന്നെ ചെയ്യണേ? ചക്കേ ഉള്ളൂ ഈ വീട്ടില്. അതാ ചൂടെടുക്കുവാ ചക്ക. ഇങ്ങ വന്നേ ഓടി. ഡാഡി ഏറ്റ് പോയിട്ടോ, മമ്മിയെ കണ്ടത് ഡാഡി ഏറ്റ് പോയി. വാ വാ കൂടെ. ഈ മഴക്കാലത്തല്ലേ ഫാൻ ഇടുന്ന? ഇന്ന് റെഡ് അലർട്ടും കൂടെയാ. എന്താ കിട്ടിയാനായതുകൊണ്ട് വേറെ എല്ലാവരും പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ഈ മഴയത്ത് ഞങ്ങൾ രണ്ടും കൂടെ പോയി ചക്ക ഇട്ട പുള്ളി. മമ്മി ഇവിടുന്ന് തൊട്ട് പറമ്പ് വരെ ടോർച്ചർ ചെയ്ത് ഇടുമാഷ എന്ന് പറഞ്ഞ് ഇടിയിച്ച് ചക്ക കേട്ടോ. എന്നിട്ട് പാവം തോന്നുന്നു പോലും. എന്ത് സാധനം നോക്കി. ഓഹോ, ഞാൻ അബദ്ധത്തിലെങ്ങാണ്ട് പറഞ്ഞു പോയി മമ്മി, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരുമ്പോ ഞാൻ ചക്ക വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞു മമ്മിയെ പ്രലോഭിപ്പിച്ച് ഞാൻ കടന്നു കളഞ്ഞാട്ടോ. വന്നപ്പോ എനിക്ക് 8ന്റെ പണി കിട്ടി. ഇത് 2 ചക്കയൊക്കെ ഇട്ട് വെക്കുന്ന ഞാൻ വിചാരിച്ചോ? ഒരു ചക്കയുടെ ചോളയാണ് ഇത് മൊത്തം. പൊന്നെ കഴിച്ചത് നോക്കുന്നത്. ഒരു പാത്രം 1 2 3 4 5 ഇതാ നിൽക്കുന്ന അടുത്തത്. അതെ, എന്നാ ഡയലോഗിയൊക്കെ നിർത്തിട്ട് വേമാ ചക്ക ഒരുക്കമ്മ. ഒരു ചക്കച്ചോളയുടെ വലുപ്പമാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. എൻ്റെ ഈ ഒരു കൈയുടെ അത്രയുണ്ട് കേട്ടോ ഒരു ചക്കച്ചോള. ഭയങ്കര സംഭവം തന്നെയാണേ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചക്ക ഉണ്ടോന്നൊന്ന് പറയണേ. മമ്മി ഒരു ചക്കച്ചോളയുടെ വലിപ്പം കണ്ടോ? അതെ, ഈ ചക്ക ചോദിച്ചാൽ ആരും വന്നേക്കരുത് കേട്ടോ. ഇത് മമ്മിക്ക് തിന്നാനുള്ളതേ ഉള്ളൂ.